Hi friends, welcome back to our session. നമ്മൾ നേരത്തെ ഒരു ഫ്ലോർ പ്ലാനിൽ നിന്ന് എങ്ങനെയാണ് എലിവേഷൻ വരയ്ക്കുന്നതെന്നുള്ളത് കണ്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ അത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് അതേ ഫ്ലോർ പ്ലാനിൽ നിന്ന് എങ്ങനെയാണ് ഒരു സെക്ഷൻ വ്യൂ വരയ്ക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. സെക്ഷൻ വ്യൂ വരയ്ക്കാനായിട്ട് നമുക്ക് ഫ്ലോർ പ്ലാനിൻ്റെ നടുക്കയായിട്ട് അല്ലെങ്കിൽ കട്ട് ചെയ്യുന്ന രീതിയിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ലൈൻ വരയ്ക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ആ ലൈൻ വരച്ചു കഴിഞ്ഞതിന് ശേഷം ആ ലൈൻ നമ്മുടെ ഫ്ലോർ പ്ലാനിനെ എവിടെയൊക്കെയാണോ കട്ട് ചെയ്യുന്നത് ആ പോയിൻറ്റ്സ് ആയിരിക്കും സെക്ഷൻ വരയ്ക്കാനായിട്ട് നമുക്കുള്ള റെഫറൻസ് പോയിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നേരത്തെ അറിയാം കൺസ്ട്രക്ഷൻ ലൈൻ എക്സൽ എൻ്റർ കൊടുത്തിട്ടുള്ള ലൈൻ എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന പോയിൻറ്റ്സ് മാത്രം റെഫറൻസിനായിട്ട് എടുക്കുക. ഇതിനകത്ത് നമുക്ക് പില്ലർ സൈഡിലോ അല്ലെങ്കിൽ ബാക്ക് സൈഡിലോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പില്ലറിയും കൂടെ കാണിക്കേണ്ടതാണ് സെക്ഷനിൽ. അതിൻ്റെ മണ്ടയ്ക്ക് കൂടെ ഈ ബീം എന്ന് പറഞ്ഞുള്ള സംഭവം വരും. അതുകൊണ്ട് നമ്മളത് കാണിക്കേണ്ടതായിരിക്കും സെക്ഷനിൽ. ഞാൻ ആ പില്ലറിൻ്റെ റെഫറൻസ് പോയിൻറ്റ്സും കൂടെ എടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് പോകുമ്പോൾ നമുക്കിപ്പോൾ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ആസ് യൂഷ്വൽ നമ്മൾ എങ്ങനെയാണോ എലിവേഷൻ വരച്ചത് അതേപോലെ തന്നെ എടുക്കേണ്ടതാണ്. ആദ്യം ഞാൻ ഗ്രൗണ്ട് ലെവൽ വരയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ 2 അറ്റത്തുള്ള ലൈനും കണക്ട് ചെയ്യുന്ന രീതിയിലൊരു ഗ്രൗണ്ട് ലെവൽ വരയ്ക്കുന്നു. എന്നിട്ട് അത് കഴിഞ്ഞ് ഞാനൊരു പ്ലിന്തിൻ്റെ ഓപ്സെറ്റ് 45 എടുക്കുന്നു. അതും കഴിഞ്ഞ് നമുക്ക് ഷെയ്ഡ് ഹൈറ്റ് ലെവൽ 210 എടുക്കുന്നു. അത് കഴിഞ്ഞ് ഷെയ്ഡ് തിക്നെസ് ഒരു 15 വെച്ച് കൊടുക്കുന്നു. അതും കഴിഞ്ഞ് നമുക്ക് ടോട്ടൽ വോൾഡ് ഹൈറ്റ് 300 കൊടുക്കുന്നു. ആഫ്റ്റർ ദാറ്റ് ദെർ ഈസ് എ സ്ലാബ് തിക്നെസ് 10 കൊടുക്കുക. അതും കഴിഞ്ഞ് നമുക്ക് പാരപ്പറ്റയുടെ ഹൈറ്റൊക്കെ സെക്ഷൻ വരയ്ക്കുമ്പോൾ വരച്ചു കൊടുക്കേണ്ടതാണ്. ഇപ്പം നമുക്ക് ട്രിമ്മാണ് ചെയ്യേണ്ടത്. ഷെയ്ഡിൻ്റെ നടുക്കായിട്ടിരിക്കുന്ന വോളിൻ്റെ ഒരു ലൈനും 300ൻ്റെ അപ്പുറം വരത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ നടുക്കിരിക്കുന്ന വോളെല്ലാം 300 ലൈനെ ട്രിം എടുത്തിട്ട് കളയുന്നതായിരിക്കും. അതും കഴിഞ്ഞ് നമുക്ക് വോളിൻ്റെ നടുക്ക് മീൻസ് ഇൻസൈഡ് ദ ഹൗസ് ഷെയ്ഡ് വരത്തില്ല. അതുകൊണ്ട് വോളെല്ലാം നമ്മൾ ട്രിമ്മിലെടുത്തിട്ട് TR സിംഗിൾ എൻഡർ വോൾ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നടുക്ക് ഇരിക്കുന്ന ആ ലൈൻസ് എല്ലാം ട്രിം ചെയ്ത് കളയുക. അതിനുശേഷം 45യുടെ താഴെ ഒരു ലൈനും കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ ലൈൻസ് എല്ലാം നമ്മൾ കളയുക. പിന്നെ ഷെയ്ഡും നമുക്ക് കളയേണ്ടതാണ്. ഷെയ്ഡിൻ്റെ മേലത്തെ വശം കളയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്കും ഷെയ്ഡ് സെക്ഷൻ വരയ്ക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഡിഫറൻസ് ആയിട്ടുള്ള ഒരു ഷേപ്പാണ് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ ആ മേലിലിരിക്കുന്നതും കൂടെ കളയാം. റൂഫ് എടുക്കാം. റൂഫിയുടെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് 20 ഫ്രം ദ വോൾ എടുത്തിട്ട് മേലിൽ നമുക്ക് 10 + 60 70 ആയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. ആ ഒരു 70 കൊടുത്തിട്ട് പാരപ്പറ്റയുടെ തിക്നെസ് 10 കൊടുത്തിട്ട് ഞാനൊരു പാരപ്പറ്റയുടെ ഷേപ്പ് വരച്ചിട്ടുണ്ട്. അതിനെ മിറർ എടുത്ത് 2 വശത്തും ആക്കുക. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ട്രിം ചെയ്യേണ്ടതാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഫ്ലാറ്റ് ഷെയ്ഡിൻ്റെയാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് 5 വെച്ച് 2 ഓപ്സെറ്റ് ലൈൻസ് ക്രിയേറ്റ് ചെയ്യുക. അതിനകത്ത് സെക്കൻഡ് ലൈനിൻ്റെ സ്റ്റാർട്ട് പോയിൻറ്റും തേർഡ് ലൈനിൻ്റെ എൻഡ് പോയിൻറ്റും കൂടെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു സ്ലോപ്പ് ഞാൻ വരച്ചു കഴിഞ്ഞു. പിന്നെ നമുക്കൊരു മേലോട്ട് 20, റൈറ്റ് സൈഡിലോട്ട് 15, താഴോട്ട് ആ സ്ലോപ്പ് ലൈനെ കട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ലൈൻ ഞാൻ വരയ്ക്കുക. ബാക്കിയുള്ളതൊക്കെ ട്രിം ചെയ്ത് കളയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പായിരിക്കും കിട്ടുന്നത്. ഇതിനെ നമുക്ക് നേരെ മിറർ ചെയ്ത് അപ്പുറത്തോട്ടും വെക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫൂട്ടിംഗ് ആണ് കാണിക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് വോൾ തിക്നെസ്സിന് പറയുമ്പോഴത്തേക്കും വോൾ തിക്നെസ് -45. ഞാൻ സ്റ്റെപ്പ്ഡ് ഫൂട്ടിംഗ് ആണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ഫസ്റ്റ് സ്റ്റെപ്പ് 45, സെക്കൻഡ് 60, പിന്നെ ഉള്ളത് 80 + 10. അതായിരിക്കും നമ്മുടെ ലോവസ്റ്റ് ഫൂട്ടിംഗ്. അത് കോപ്പി ചെയ്ത് വരച്ചതിന് ശേഷം കോപ്പി ചെയ്തിട്ട് എല്ലാ സ്ഥലങ്ങളിലും മീൻസ് ആവശ്യമുള്ള ബോൾ ഉള്ള സ്ഥലങ്ങളെല്ലാം വെക്കേണ്ടതാണ്.
ഇനി നമുക്ക് വേണ്ടത് നമ്മൾ എലിവേഷനിൽ ചെയ്തതുപോലെ തന്നെ എന്തൊക്കെയാണോ ഡോർസ്, ഓപ്പണിങ്സ്, വിൻഡോസ്, ആർച്ച് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെഫറൻസ് ഒക്കെ നമ്മൾ പ്ലാനിനകത്ത് കൊണ്ടുവന്നിട്ട് അതിലുള്ള ഡോർ, വിൻഡോസ് ഇതൊക്കെ എലിവേഷനിൽ വരച്ചതുപോലെ തന്നെ വരച്ച് കാണിക്കേണ്ടതാണ്. ഞാൻ തൽക്കാലം വിൻഡോയും ഡോറും മാത്രമേ എടുക്കുന്നുള്ളൂ, സ്റ്റേസ് എടുക്കുന്നില്ല. അത് വരച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇനി നമ്മൾ സ്റ്റേഴ്സിൻ്റെ സെക്ഷനാണ് വരയ്ക്കാനുള്ളത്. അതിനായിട്ട് ഞാനൊരു 310 ഒരു ലൈൻ വരച്ചിട്ട് അതിനെ 18 ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. 18 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. DIV ആണ് അതിൻ്റെ കമാൻഡ് കൊടുക്കുമ്പോൾ 18 ആയിട്ട് നമുക്ക് ഡിവൈഡ് ആയി കിട്ടും. പിന്നെ നമ്മൾ എടുക്കേണ്ടതെന്ന് പറയുന്നത് സ്റ്റെയറുടെ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എവിടെയാണ് ഫസ്റ്റ് സ്റ്റെയറുടെ തിക്നെസ് തീരുന്നതിനുള്ളത് റെഫറൻസ് ആയിട്ട് നമ്മൾ എടുക്കണം. അതിനുശേഷം നമ്മൾ സെക്ഷനിൽ വന്നിട്ട് നമ്മൾ നേരത്തെ ഡിവൈഡ് ചെയ്ത് വെച്ച ലൈനിൻ്റെ ആ ഓരോരോ ഡിവിഷൻ ഉണ്ടല്ലോ, അതാണ് ആക്ച്വൽ സ്റ്റെയറുടെ ഹൈറ്റ്. ആ ഒരു റെഫറൻസ് വെച്ചിട്ട് നമ്പർ ഓഫ് സ്റ്റെപ്സ് നമ്മൾ പ്ലാനിലെ കൂടെ എണ്ണി എടുത്തിട്ട് അത്രയാണ് നമുക്ക് ഇവിടെയും കൂടെ കൊടുക്കാനുള്ളതാണ്. എത്ര ലെഗ്സ് ആണ് അവൈലബിൾ അത്രയും ലെഗ്സിൻ്റെ സ്റ്റേസ് നമുക്ക് റെഫർ ചെയ്ത് എടുക്കാൻ പറ്റും. ഈ സ്റ്റേസ് എല്ലാം നമ്മൾ വരച്ച് കഴിയുമ്പോഴത്തേക്കും അത് എക്സാക്ട്ലി നമ്മുടെ റൂഫ് 310 ആ ഒരു ലൈനിൽ സ്റ്റേസ് എല്ലാം ഫിനിഷ് ആവുന്നതായിരിക്കും.
ഗ്രൗണ്ട് ഫ്ലോർ പ്ലാനിൻ്റെ സെക്ഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഫ്ലോർ പ്ലാനും ഇതേപോലെ തന്നെ ഈ മെത്തേഡ് തന്നെ ഫോളോ ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.